ഹലോ, ഇന്നൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ബീഫും അല്ലെങ്കിൽ ചിക്കനൊക്കെ വെച്ചിട്ടാണ് സ്നാക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യിന് പകരമായിട്ട് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ്. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർക്കുന്നത്. ഇനി തേങ്ങ ഈ നെയ്യിൽ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതായത് ഈ തേങ്ങയിൽ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം നെയ്യിലൊന്ന് സോട്ട് ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇതൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്താൽ മതി. ഈ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ കൂട്ട് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മറ്റൊരു ബൗളിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബ്രെഡ് പൊടിച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുള്ളൂ. അധികം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്, ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കി മാറ്റിയെടുക്കാം. ഞാനിത് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ കുറച്ചൊന്ന് തടവി കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ സൈസിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡോയും ഒന്ന് ഈ ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിതെല്ലാം ബോൾ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിൽ ഒരു മുട്ടയൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബൗളും എടുത്തിട്ട് മുട്ടയുടെ കൂട്ടിൽ ആദ്യം ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ മുട്ടയുടെ കൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് മൈദ കലക്കിയിട്ട് അത് ഉപയോഗിച്ചാലും മതി മുട്ടയ്ക്ക് പകരമായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കി എല്ലാ ബോൾസും ആദ്യം ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഓരോ ബോളും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ആക്കി കൊടുക്കാം. ഇതിൻ്റെ മുകളിലൊക്കെ എണ്ണ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറമേയുള്ള വശം ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരും. അപ്പോൾ നോക്കിയിട്ട് വേണം, തീ കുറച്ച് വെച്ചിട്ട് വേണം പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം ഇതിലെല്ലാം നമ്മൾ കുക്ക് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ 2 വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് കട്ട്ലറ്റ് എന്നും പറയാം. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇഫ്താറിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്